പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദനിപ്പിക്കുന്ന, സഹിക്കാൻ പറ്റാത്ത 3 മരണങ്ങളുണ്ട്. ഈ 3 മരണങ്ങളും നമ്മളേറെ വേദനിപ്പിക്കുകയും സങ്കടത്തിലാഴ്ത്തുകയും ചെയ്യും. സഹിക്കാൻ പറ്റുന്നവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. എന്നുവെച്ചാൽ അങ്ങനെയുള്ള മരണമാണ്, സഹിക്കാൻ പറ്റാത്ത മരണമാണ്. ചിലർക്കിത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാകും. കുന്നുംകുളത്തെ നടുക്കിയ ഒരു മരണമാണ് നടന്നിരിക്കുന്നത്. റോഡരികിലൂടെ നടന്നു പോകുന്ന സ്ത്രീയെ ഈ റോഡിൻ്റെ ഒക്കെ പണിയെടുക്കുന്ന ഒരു വലിയ ലോറി ഉണ്ടല്ലോ, ടോറസ് ലോറി, ഞാനിവിടെ കാണിക്കാം. ഈ ലോറി ഈ സ്ത്രീയെ ഇടിച്ചു വീഴ്ത്തി. ഈ യുവതി നിലത്തു വീഴുകയും നിലത്തു വീണ സ്ത്രീയുടെ ദേഹത്ത് ഈ ലോറി കയറി ഇറങ്ങുകയായിരുന്നു അത്രയും ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്, അത് കേട്ടപ്പോൾ തന്നെ മനസ്സ് വല്ലാതെയായിപ്പോയി. പടച്ചറബ് നമ്മളെയൊക്കെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കട്ടെ, ആമീൻ. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 അപകടമുണ്ടായത്. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ഷബിതയെ ഇടിച്ചു വീഴ്ത്തി റോഡിൽ വീണ ഷബിതയുടെ ശരീരത്തിലൂടെ ടോറസ് ലോറി കയറി ഇറങ്ങുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഷബിത മരണപ്പെടുകയും ചെയ്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. കേച്ചേരി ആക്കിക്കാവ് ബൈപ്പാസ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗോവ കേന്ദ്രീകരിച്ചുള്ള ബാബ് കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെടുത്തിയത്. സംഭവത്തിൽ വാഹനത്തിൻ്റെ ഡ്രൈവറായ മനോജിനെ കുന്നുകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അപകടത്തിലിടയാക്കിയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കേച്ചേരി പട്ടിക്കര സ്വദേശി രായ്മരക്കാർ വീട്ടിൽ ഷെരീഫിൻ്റെ ഭാര്യ ഷബിതയാണ് മരണപ്പെട്ടത്. എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പടച്ചറബ് കൊടുക്കട്ടെ, ആമീൻ. പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് വളരെയേറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. 4 വയസ്സുകാരൻ അബദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. കേടായ തെങ്ങ് വീണാണ് ഈ 4 വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി തെങ്ങ് കടപുഴകി വീണ് 4 വയസ്സുകാരൻ മരണപ്പെട്ടു. ആസാം സ്വദേശി അലി ഹസന്റെ മകൻ മുഹമ്മദ് അലി അമീനാണ് മരണപ്പെട്ടത്. പറമ്പിൽ കളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. അടിഭാഗം ദ്രവിച്ച തെങ്ങ് കടപുഴകി കുട്ടിയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. അല്ലാഹ് പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നിന്റെ ഒരു സംരക്ഷണ വലയം നമ്മുടെ മക്കളിലൊക്കെ ഉണ്ടാകണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, നമുക്കാർക്കും കേൾക്കാനും ചിന്തിക്കാനും ഓർക്കാനും ഇഷ്ടപ്പെടാത്ത ഒന്നാണ് മരണം. ആ ഒരു മരണത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ജീവിതവും മരണവും അവിടെ സന്തോഷമാവുകയാണ്. പടച്ചറബ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. താളം മുറിഞ്ഞു പോയ, നമ്മുടെയൊക്കെ മനസ്സിൽ വേദനയാക്കിയ 4 മക്കളുടെ മരണം. ആ പാലക്കാടുള്ള അപകടത്തിൽ മരണപ്പെട്ട കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ 4 മക്കൾ മരിച്ച വിവരം നമ്മുടെ ഹൃദയത്തിൽ നിന്നും മാഞ്ഞിട്ടില്ല. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് അനന്തപുരിയിൽ അരങ്ങേറുമ്പോൾ ഈ 2 മിടുക്കികളായ കുട്ടികളെ നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ. ഇതിൽ 13 വയസ്സുകാരിയായ ആയിഷ ഒപ്പന മത്സരത്തിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു. എല്ലാ ഒപ്പനയിലും ആയിഷ മണവാട്ടിയായിരുന്നു. നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ. അത്തിക്കൽ ഷർഫുദ്ദീൻ്റെയും സജ്നയുടെയും മകളാണ് ആയിഷ. കലോത്സവം നടക്കുന്നത് കൊണ്ട് ഞാൻ ആയിഷയെ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. നമ്മുടെയൊക്കെ മനസ്സിൽ നിന്നും ഒരിക്കലും ആയില്ല ആ മക്കൾ. പടച്ചറബ് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ, ആമീൻ. ബസിൻ്റെ ചക്രം കാലിൽ കയറി ഒരു സ്ത്രീ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട്. ഈ സ്ത്രീയുടെ കാലിൽ ബസിൻ്റെ ടയറ് കയറി ഇറങ്ങുകയായിരുന്നു. ചികിത്സയിലായിരിക്കെയാണ് മരണപ്പെട്ടത്. വടക്കാഞ്ചേരിയിൽ സ്വകാര്യ ബസിൻ്റെ ചക്രം കാലിൽ കയറി ഇറങ്ങി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരണപ്പെട്ടു. വടക്കാഞ്ചേരി 1-ാം കല്ല് സ്വദേശി പുതുവീട്ടിൽ നബീസ 70 വയസ്സ്. ഇന്നലെ രാവിലെ 8 മണിയോടെയാണ് 1-ാം കല്ല് സെന്ററിലായിരുന്നു അപകടം നടന്നത്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും
പട്ടാമ്പി കറവൂർ പുത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് ഈ നബീസയുടെ കാലിലൂടെ കയറിയിറങ്ങിയത്. സുബ്ഹാനല്ലാഹ്. കുറച്ച് റബ്ബേ, ഇതുപോലുള്ള അപകടത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണ റബ്ബേ. നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണ റബ്ബേ. ഈ പാവൻ നബീസുമ്മ ബസ് മാറി കയറിയതായിരുന്നു അത്രേ. ബസ് മാറി കയറിയ ബേജാറിനാൽ ബസ്സിൽ നിന്നും ഇറങ്ങവേ ബസ്സിന്റെ പുറകു വശത്തെ ടയറ് ഈ നബീസുമ്മയുടെ കാലിൽ കയറി ഇറങ്ങുകയായിരുന്നു. പഠിച്ച റബ്ബേ. നബീസുമ്മയെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അവിടുന്ന് ചികിത്സയിലായിരിക്കെയാണ് ഇന്ന് രാവിലെ മരണം സംഭവിച്ചത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേക അവർക്ക് മഹഫിറത്തും മർഹമത്തും കൊടുക്കുമാറാകട്ടെ. ആമീൻ. സംഭവത്തിൽ ബസ് ജീവനക്കാർക്ക് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേൾക്കുന്നവർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത മരണവിവരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. നമുക്കൊക്കെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പടച്ചറബ്ബ് ആരുടെ ദുആയാണ് സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എൻ്റേതാവാം, ചിലപ്പോൾ നിങ്ങളുടേതാവാം. നമ്മുടെ ആരുടേതെങ്കിലും ഒരാളുടെ ദുആ പടച്ചറബ്ബ് സ്വീകരിക്കും. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഈ മയ്യത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ. ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് നീ ഖബറിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം ഈ മയ്യത്തിന് നീ കൊടുക്കണേ റബ്ബേ. ഇവരുടെ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, ഇതുപോലുള്ള സഹിക്കാൻ പറ്റാത്ത മരണങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ. ഈ മരണപ്പെട്ടവരുടെയൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കണ റബ്ബേ. ഇവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബേ. പഠിച്ച റബ്ബേ, ഇതുപോലെ കീറി മുറിഞ്ഞുള്ള അപകടത്തിലുള്ള മരണങ്ങളൊന്നും ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. ഞങ്ങളെയൊക്കെ കാക്കണ റബ്ബേ. ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ. പഠിച്ച റബ്ബേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ. ഈ പാപിയായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണ റബ്ബേ. ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബേ. ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബേ. പഠിച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബേ. എത്തിച്ചു കൊടുക്കണ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഈ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യണം. ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിനുള്ളൊരു പ്രതിഫലം പടച്ച റബ്ബ് ഞങ്ങൾക്കും നൽകും ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.